بسم الله الرحمن الرحيم. تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض إلا آتي الرحمن عبدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض إلا آتي الرحمن عبدا മൊത്തർത്ഥം തക്കാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശങ്ങളെല്ലാം വിണ്ടുകീറാൻ മാത്രം, പിളരാൻ മാത്രം ആയിരിക്കുന്നു ആ വാക്കിനാൽ. പ്രയോഗങ്ങൾക്ക് സന്ദർഭം വ്യത്യാസമാണ്. സാധാരണ ഈ തഫത്തറ എന്ന പദം അധികവും ഈ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടൊക്കെ പൊട്ടുന്നതിന് അധികവും ആ പദം ഉപയോഗിക്കലുണ്ട്. എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുമ്പോൾ ആ പേടി കൊണ്ട്, ആ ബേജാറ് കൊണ്ട് ആകാശങ്ങൾ പിളരുക, അതാണ് ഇവിടെ യതഫത്തർന മിൻഹു എന്ന് പറഞ്ഞത്. വതൻഷഖുൽ അർളു, ഭൂമി പിളരാനുമായിരിക്കുന്നു. ഐ വലബൽ ലില്ലാഹ, വലബൽ ലില്ലാഹ് ബിൽസിറഹമാണ്. വലബൽ ലില്ലാഹ്, അല്ലാഹു തആലാക്ക് വേണ്ടി ദേഷ്യപ്പെട്ടുകൊണ്ട് ഭൂമി പിളരാറായിരിക്കുന്നു. അള്ളാഹ്ക്ക് മക്കളുണ്ട് പറഞ്ഞപ്പോ, അള്ളാഹ്ക്ക് പങ്കുകാരുണ്ട് വാദിക്കുമ്പോൾ ആ ദേശം കാരണം പടച്ച റബ്ബിന് വേണ്ടി ഭൂമി ദേഷ്യം പിടിക്കുന്നു. നമ്മളുടെ ഒരു തെറ്റ് കാണുമ്പോ നമുക്ക് ഒരു ദേഷ്യം, ഒരു ഹറാമായ കാര്യം കണ്ടാൽ, ഒരു തെറ്റായ കാര്യം കണ്ടാൽ, പടച്ച റബ്ബിനെതിരായി ചെയ്ത് കണ്ടാൽ നമ്മൾ സഹിക്കൂലല്ലോ. ആ സഹിക്കാതെ സ്വാഭാവികമായി നമ്മൾ ദേഷ്യം പിടിക്കുന്ന പറഞ്ഞു പോകും. എങ്കിൽ ഭൂമുഖത്ത് വെച്ച് മനുഷ്യൻ ശിർക്ക് ചെയ്യുമ്പോൾ, ഭൂമുഖത്ത് വെച്ച് മനുഷ്യൻ അല്ലാഹുവിനെ ധിക്കരിക്കുമ്പോൾ പടച്ച റബ്ബിന് വേണ്ടി ആ ഭൂമി ദേഷ്യപ്പെടുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ഭൂമി പിളരാൻ മാത്രമായിട്ടുണ്ട്. അത്രയും വലിയ വാക്കാണ് അവരാ പറഞ്ഞത്. വതഖിറുൽ ജിബാലു ഖറ യഖിറു, വതഖിറുൽ ജിബാലു, ഭൂമി പർവ്വതങ്ങൾ വീഴാനുമായിരിക്കുന്നു. ഖറ നേരർത്ഥം വീണുതാണ്. ഖറ വീണു, തകർന്നു വീഴുക. അതാ ശരിക്ക് ഖറ എന്ന വാക്ക് ഉപയോഗിക്കാം. തകർന്നു വീഴുക, ഈ ബോധം കെട്ടി വീഴുക, അതിനൊക്കെ ഖറ എന്ന പദം ഉപയോഗിക്കാം. അതെ, ഖറു സുജദ പറഞ്ഞു. അതേപോലെ ഖറ മൂസ സ്വഈഖ എന്ന് പറഞ്ഞു. അവിടെയൊക്കെ സുജൂദിലേക്ക് വീഴാനാണ്. അല്ലാഹുവിന്റെ ആയത്ത് ഓതി കേൾപ്പിട്ടാൽ ഖറു സുജദൻ വബുക്കിയ, കരഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് അവർ വീഴുന്നു. അതാണ് ഖറ, വീണു. മൂസാ അലൈഹി വസല്ലം അല്ലാഹുവിനെ കാണണം എന്ന് പറഞ്ഞ അവിടെ അല്ലാഹു തആല പറഞ്ഞു, എന്നെ കാണാൻ കഴിയില്ല, എന്നാൽ പ്രകാശം കാണാം. നീ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പ്രകാശം കാണാം. പക്ഷേ പ്രകാശം വന്നപ്പോഴേക്ക് ഖറ മൂസ സ്വഈഖ, മൂസ അലൈഹിസ്സലാം ബോധരഹിതനായി വീണു. അവിടെ ഈ വാക്കാണ് ഖറ, വീണുതാണ്. ഇവിടെ തഖിറു, ഖറ യഖിറു, തഖിറു. ഖറ ഫിഅൽ മാദി, ഇത് മുദാരിയാണ്. യഖിറു സ്ത്രീലിംഗമാകുമ്പോൾ തഖിറു. വതഖിറുൽ ജിബാലു, പർവ്വതങ്ങൾ വീഴാറായിരിക്കുന്നു. ഹദ്ദ, തകർന്നുകൊണ്ട്. ഹദ്ദ എന്ന് പറഞ്ഞാൽ ഹദമ, തകർന്നു, പൊളിഞ്ഞു എന്നാണ് ഹദ്ദ എന്ന പദത്തിനർത്ഥം. ഐ യൻകസിറു ബഅ്ദുഹാ അലാ ബഅ്ദിൻ മുതതാബിആത്തിൻ എന്നും അതേപോലെ ഹദ്മൻ, ഇബ്നു അബ്ബാസ് അർത്ഥം ഹദ്മൻ, ഹദ്മറല് പൊളിയുക, തകരുക, അത് ഹദ്മ. സഈദ് ഇബ്നു ജുബൈർ കൊടുത്ത അർത്ഥമാണ് യൻകസിറു ബഅ്ദുഹാ അലാ ബഅ്ദിൻ മുതതാബിആത്തിൻ, ഒന്നിനു മേലേക്ക്
തകർന്ന് വീഴാൻ മാത്രമായിരിക്കുന്നു. ഉയർന്നിരിക്കുന്ന പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളൊക്കെ തകർന്ന് പൊട്ടി അത് വീഴാറായിട്ടുണ്ട്. അല്ലാഹു തആലക്ക് മക്കളുണ്ട് എന്ന ഈ ഒരു മനുഷ്യന്റെ വർത്തമാനം കേൾക്കുമ്പോൾ, അപ്പൊ റബ്ബിൽ പങ്കു ചേർക്കപ്പെടുക, അള്ളാഹ്ക്ക് തുല്യന്മാരെ സ്ഥാപിക്കുക, അള്ളാഹിനെ പറ്റി അപരാധം പറയുക എന്നത് മനുഷ്യരും ജിന്നുകളും അല്ലാത്ത ബാക്കി മുഴുവൻ സൃഷ്ടികളും പേടിക്കുന്ന കാര്യമാകുന്നു എന്നാണ്. തിരിച്ചും കാണാം, അള്ളാഹ് വഴിപ്പെടുമ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടാകും എന്നും ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അള്ളാഹിനെ സ്മരിക്കുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, നോമ്പൊലിക്കുമ്പോഴൊക്കെ അവിടെ ആ ഭൂമിക്ക് ഒരു സന്തോഷം. പർവ്വതങ്ങളിൽ ഒരാൾ അള്ളാഹിനെ സ്മരിക്കുമ്പോൾ ആ പർവ്വതങ്ങൾക്ക് സന്തോഷം. പടച്ച റബ്ബിന് വഴിപ്പെടുന്ന ഒരാൾ എന്റെ മേലെ വന്നല്ലോ, ആ വഴിപ്പെടുന്ന ആള് അള്ളാഹിനെ സ്മരിക്കുമ്പോൾ അതിലവർക്ക് ഒരു സന്തോഷം. ഇവിടെ മറുവശം പറഞ്ഞു, അള്ളാഹ്ക്ക് മക്കളുണ്ട് പറയുമ്പോ അവയെല്ലാം ഇതാ പൊട്ടിത്തകരാൻ മാത്രമുള്ള വാക്കാകുന്നു അവരാ പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും പടച്ച റബ്ബിന് സന്താനമുണ്ടായി എന്ന വാദം അതിന് മാത്രം അപരാധം നിറഞ്ഞ വാക്കാണ് അർത്ഥം. അതിന് നമ്മൾ ആശംസ കൊടുക്കാനും അതിന് നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ കൊടി പിടിക്കാനൊന്നും എന്തായിരുന്നാലും പോകാൻ പറ്റുന്ന രീതിയല്ല. അള്ളാഹ്ക്ക് മക്കളുണ്ടായിട്ട് മറ്റോ ആഘോഷിക്കുമ്പോൾ നമ്മളെ വക ഒരു ആശംസ എന്ന് പറഞ്ഞ അവിടെ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വലിയ ധിക്കാരമാണ്. ആകാശഭൂമികൾ പോലും അത് കേൾക്കുമ്പോഴേക്ക് ഒരു ബേജാറായി പൊട്ടിപ്പിളരാൻ പോകുന്നതാണ്. നമുക്കതിന് സന്തോഷം പറഞ്ഞാൽ അതിന് വലിയ ആശംസ എഴുതി വെച്ച് അതിന് വലിയ ആഘോഷമുണ്ടാക്കി അന്ന് ഭയങ്കരമായ വേഷം കെട്ടിപ്പോകുന്ന ഏർപ്പാട്, അതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചൊരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇവയൊക്കെ തകരാൻ മാത്രമായിട്ടുണ്ട്. ആകാശം തകരാറായിരിക്കുന്നു, ഭൂമി തകരാൻ മാത്രമായിരിക്കുന്നു, പർവ്വതങ്ങൾ തകർന്നു വീഴാൻ മാത്രമായിരിക്കുന്നു. എന്തുകൊണ്ട്? റഹ്മാനായ റബ്ബിനെ അവർ പറഞ്ഞുണ്ടാക്കിയതിനാൽ വലദ, സന്താനമുണ്ട് എന്ന അവിടെ ആ വാദം, ആ ഒരു വിളി, ആ ഒരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനം കാരണം അവരത് ഇവയൊക്കെ തകരാൻ മാത്രം ആയിരിക്കുന്നു. അത്രയും വലിയ പദമാണ് അവരാ പറഞ്ഞത്. വാദിച്ചു അർത്ഥമുണ്ട്, വാദിച്ചു എന്നാണ് എന്ന വാക്കർത്ഥം. റഹ്മാൻ പ്രാർത്ഥിച്ചു അർത്ഥമുള്ളത് അഴിമ തന്നെയാണ്, അതും തന്നെയാണ് ഇതേ വാക്യനാണ് അസ്ലി. അപ്പൊ റഹ്മാനായ റബ്ബിന് സന്താനമുണ്ട് എന്ന അവരുടെ വാദം കാരണം അവർ വാദിച്ചു എന്നതിനാൽ, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു എന്നതിനാൽ, അവരങ്ങനെ പറഞ്ഞു വന്നതിനാൽ റഹ്മാനായ റബ്ബിന് വലദ, സന്താനമുണ്ട് എന്ന് വാദിച്ചതിനാൽ ഇവയൊക്കെ തകരാൻ മാത്രം ആയിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞതായി ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ കാണാം, ഇന്നഹും യജഅലൂനഹു വലദാ, അല്ലാഹു തആലക്ക് മക്കളുണ്ട് എന്ന് മനുഷ്യർ പറയുന്നു. വഹുവ യർസുഖുഹും വയുആഫീഹിം, അല്ലാഹു ആകട്ടെ അവർക്ക് റിസ്ക് നൽകുന്നു, അവർക്ക് ആഫിയത്ത് നൽകുന്നു. അല്ലാഹുവിനെ പറ്റി മനുഷ്യന്മാർ പറയാ അല്ലാഹുക്ക് മക്കളുണ്ട്, അല്ലാഹുക്ക് പങ്കുകാരുണ്ട്. പടച്ചവന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹ് ഈ പറയുന്ന ധിക്കാരിക്കും അല്ലാഹ് റിസ്ക് കൊടുക്കുന്നു, അല്ലാഹു അവനെ ആഫിയത്ത് നൽകുന്നു. അതാ പടച്ചവന്റെ കാരുണ്യം. അല്ലാഹുവിന്റെ കാര്യം നമുക്കാരും പറ്റുന്നല്ലോ. നമ്മളെ പറ്റി ഇല്ലാത്ത പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളെ പറ്റി ഇല്ലാത്ത പറഞ്ഞാൽ നമുക്ക് സഹിക്കും. അല്ലാഹു തആലയെ പറ്റി ഇല്ലാത്ത പറയുമ്പോഴും ഈ പറയുന്ന മനുഷ്യനും അല്ലാഹു തആല റിസ്ക് കൊടുക്കുന്നു, അവനും അല്ലാഹു തആല ആഫിയത്ത് നൽകുന്നു. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണുന്ന നബി തങ്ങൾ പറഞ്ഞത്, മാ അഹദുൻ അസ്ബറു അലാ അദൻ യസ്മഉഹു മിനല്ലാഹ്, ഒരു ധിക്കാരത്തിന്റെ വാക്ക്, പ്രയാസപ്പെടുത്തുന്ന വാക്ക് കേൾക്കുമ്പോൾ അല്ലാഹുവിനേക്കാളേറെ ക്ഷമിക്കുന്ന ഒരാളും തന്നെ ഇല്ല. ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത ചീത്ത വാക്കുകൾ ഇങ്ങോട്ട് പ്രയോഗിക്കപ്പെടുമ്പോൾ അല്ലാഹുവിനെ പോലെ ക്ഷമിക്കുന്ന മറ്റാരുമില്ല. കാരണം എന്താണ്? കാരണം ഇന്നഹു യുശ്റകു ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നു. അതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. വയുജ്അലു ലഹു വലദാ, അവന് സന്താനമുണ്ട് എന്ന് വാദിക്കപ്പെടുന്നു. വഹുവ യുആഫീഹിം വയദ്ഫഉ അൻഹും വയർസുഖുഹും, ഈ പറയുന്ന മനുഷ്യനും അല്ലാഹു തആല ആഫിയത്തും അവന് റിസ്കും നൽകുകയും അവനൊരു ബുദ്ധിമുട്ടുമില്ലാതെ അല്ലാഹു അവനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു.
ഇവൻ പറയാ അള്ളാഹ് തുല്യന്മാരുണ്ട്, അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും. എന്നാൽ അല്ലാത്തവർക്ക് പോയി കണ്ട് ഉള്ള പ്രാർത്ഥനയും സഹായാർത്ഥനയും സുജൂദും തവാഫും അടക്കം ഉള്ള ഇബാദത്തുകളൊക്കെ പഠിച്ചവരല്ലാത്തവർക്ക് കൊണ്ട് സമർപ്പിക്കുക. ഈ സമർപ്പിക്കുന്ന മനുഷ്യന് അല്ല കൊടുക്കുന്നതോ ഒരാരോഗ്യവും ഒരാഫിയത്തും റിസ്ക്കും അവന് സൗഭാഗ്യങ്ങളും ഒക്കെ അല്ലങ്ങനെ കൊടുക്കുകയും ചെയ്യുക. അള്ളാഹിനെ പോലെ ക്ഷമയുള്ള മറ്റാരുണ്ട്? ആർക്കാ ക്ഷമിക്കാൻ പറ്റിങ്ങനെ? ഇല്ലാത്ത ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഓല നമ്മളിങ്ങനെ കൊടുക്കുക പിന്നെയും പിന്നെയും. നമുക്ക് മനുഷ്യന്മാർക്ക് കഴിയില്ലല്ലോ. ഒരു മനുഷ്യൻ എത്ര ക്ഷമയുള്ളവരും കഴിയില്ല. നമ്മളെ വാപ്പാനെ പറ്റി ഇല്ലാത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓനെങ്ങനെ ആയിക്കോട്ടെ എൻ്റെ വക, അല്ല സ്റ്റേജിന്റെ വക, മൈക്കിന്റെ വക അച്ഛൻ പറഞ്ഞൂടെ എന്ന് പറയോ? ഇല്ലല്ലോ. പടച്ച റബ്ബിനെ പറ്റി ചീത്ത പറയുന്നു, അള്ളാഹ് നിഷേധിക്കുന്നു, അള്ളാഹ്ക്ക് പങ്കുകാരെ സ്ഥാപിക്കുന്നു, അള്ളാഹ്ക്ക് മക്കളുണ്ട് വാദിക്കുന്നു. എന്നിട്ട് ആ പറഞ്ഞ ധിക്കാരിക്കും അള്ളാഹു തആലയുടെ കാരുണ്യം കൊണ്ട് അവൻ ഉപജീവന മാർഗവും അവൻ ആഫിയത്തും ആരോഗ്യവും അവൻ സൗകര്യങ്ങളും ഓരോ ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യവും എല്ലാം അള്ളാഹു തആല അവൻ അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു. ആ റബ്ബിനെ പോലെ ക്ഷമിക്കുന്ന മറ്റാരുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അത്ര വലിയ സബർ, അത്ര ക്ഷമയുള്ളവനാണ് അള്ളാഹു തആല. അപ്പൊ ഈ അള്ളാഹിനെ പറ്റി ഈ വക വാക്ക് പറഞ്ഞതിനാൽ ആകാശങ്ങൾക്ക് പോലും സഹിക്കാനാകുന്നില്ല, ഭൂമിക്ക് സഹിക്കാനാകുന്നില്ല, പർവ്വതങ്ങൾക്ക് സഹിക്കാനാകുന്നില്ല. അത്രയും വലിയ വാക്കാണ്, ഗൗരവമേറിയ പറച്ചിലാണ് അവരാ പറഞ്ഞിരിക്കുന്നത്. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ. വമാ യംബഗി ഒരിക്കലും അനുയോജ്യമായതല്ല, വമാ യംബഗി യോജിച്ചതല്ല, ലിർറഹ്മാൻ റഹ്മാനായ റബ്ബിന് യോജിച്ചതല്ല, അൻ യത്തഖിദ വലദാ അവന് സന്താനങ്ങളെ സ്വീകരിക്കുക എന്നത് റഹ്മാനായ റബ്ബിന് യോജിച്ചതേ അല്ല. ഇമ്പക ആഗ്രഹിച്ചർത്ഥമുണ്ട്, തേടിയർത്ഥമുണ്ട്, അതേപോലെ യോജിച്ചർത്ഥമുണ്ട്. ഇപ്പൊ ഇതേ അർത്ഥത്തിൽ സൂറത്ത് യാസീൻ ഉപയോഗിച്ചു, വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു. നാം നബിക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗി ലഹു, നബിക്ക് തൊട്ട് യോജിക്കുകയുമില്ല. നബി കവിത പഠിപ്പിച്ചിട്ടില്ല, നബിക്ക് കവിത യോജിക്കുകയുമില്ല എന്നാണ്. വമാ യംബഗി ലഹു, യോജിക്കുകയില്ല. ഇംബഗ യോജിച്ചു, തേടി എന്നർത്ഥമുണ്ട്. ഈ ബഗ എന്നതിന് അതിക്രമം കാണിച്ചു അർത്ഥമുണ്ട്, അതിക്രമിച്ചു. ബഗ എന്ന അർത്ഥത്തിൽ ബഗ എന്ന പദം ഉപയോഗിക്കും. അതേപോലെ ത്വലബ തേടി, ആവശ്യപ്പെട്ടു എന്ന അർത്ഥത്തിലും ബഗ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് ഈ വാക്കും ഇംബഗ. ഇവിടെ യോജിച്ചു, അവരോട് യോജിക്കുന്ന അനുയോജ്യമായ കാര്യമായി എന്ന അർത്ഥത്തിൽ. അതിന്റെ മുദാരിയാണ് യംബഗി. ഇംബഗ യംബഗി, ഇംബഗ യംബഗി അനുയോജ്യമാവുക, യോജിക്കുക. വമാ യംബഗി യോജിക്കുകയില്ല ലിർറഹ്മാൻ റഹ്മാനായ റബ്ബിന് യോജിച്ചതല്ല, യോജിക്കുകയില്ല. അൻ യത്തഖിദ വലദാ സന്താനത്തെ അവൻ സ്വീകരിക്കുക എന്നത് അവന് യോജിച്ചതേ അല്ല. മേൽത്തായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പരമാധികാരമുള്ളവനെ സംബന്ധിച്ച് ഒരിക്കലും അവന് മക്കൾ ഉണ്ടാകാൻ പറ്റൂല, മാതാപിതാക്കൾ ഉണ്ടാകാൻ പറ്റൂല, ഭാര്യ ഭർത്താക്കന്മാർ ഉണ്ടാകാൻ പറ്റൂല, തുല്യന്മാർ ഉണ്ടാകാൻ പറ്റൂല. പരമാധികാരം നടപ്പാക്കണമെങ്കിൽ അതൊക്കെ ഇല്ലാത്തവരെ പറ്റുള്ളൂ. എത്ര വലിയ അധികാരമുള്ള മഹാരാജാവാണെങ്കിലും ശരി, മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി ചില നീക്കുപോക്കുകൾ ചെയ്യേണ്ടി വരും. എത്ര വലിയ ആളായിക്കോട്ടെ, ഉമ്മാനെ മുമ്പ് എത്തുമ്പോഴോ എത്ര വലിയ ഉമ്മാനെ മുമ്പ് എത്തിയാല് ഉമ്മാനെ സംബന്ധിച്ച് ഉമ്മാനെ കുട്ടീനാണ്. ഏത് വലിയ രാജാവാണെങ്കിലും ഉമ്മക്ക് തല്ലാൻ പറ്റും. കാരണം എന്താ, അത് ഉമ്മാനെ കുട്ടിയാണ്. ഉമ്മാനെ മുമ്പിൽ ഈ അധികാരം ഒന്നും ഉണ്ടാവില്ല, വാപ്പാന്റെ മുമ്പിൽ ആ അധികാരം ഒന്നും ഉണ്ടാവില്ല. മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി അവിടെയൊക്കെ ചില നീക്കുപോക്കുകൾ, അവിടെ വേറെ ഒരു രീതി സ്വീകരിക്കേണ്ടി വരും. എത്ര വലിയ കാര്യപ്പെട്ട ആളായിക്കോട്ടെ, വരികെത്തിയാല് കുട്ടികളെ വാപ്പയാണ്, അവിടുത്തെ ഭാര്യക്ക് ഭർത്താവാണ്, അവിടെ വേറൊന്നുമില്ല. അപ്പൊ ലോകത്തിന്റെ റബ്ബ്, ലോകത്തിന്റെ മുഴുവൻ അധികാരമുള്ള, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന അല്ലാഹു തആല അവന് യോജിച്ചതല്ല മക്കളുണ്ടാവുക എന്നുള്ളത്. മക്കളുണ്ടാകാൻ പറ്റൂല, മാതാപിതാക്കളും ഉണ്ടാകാൻ പറ്റില്ല. അതാണ് ലം യലിദ് വലം യൂലദ്. ഒരാളുടെയും മകനായി ജനിച്ചിട്ടില്ല, ഒരാൾക്കും മകനായി ജന്മം നൽകിയിട്ടുമില്ല. മാത്രവുമല്ല വലം യകുൽ ലഹു കുഫുവൻ അഹദ്, തുല്യനായി ആരും തന്നെ ഇല്ല. ഒരാളെയും ആശ്രയിക്കുന്നുമില്ല. അല്ലാഹു സമദ്. ഒരാളെ ആശ്രയിക്കുകയാണെങ്കിലും അവിടെ അധികാരം കുറച്ച് കുറയും.
എത്ര വലിയവനായിക്കോട്ടെ, ഒരാളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അയാളെ മുമ്പിലെത്തുമ്പോൾ ലേശൊന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും. ഒരാളെയും ആശ്രയിക്കുന്നില്ല. അതും പോരാ, എല്ലാവരും ഇങ്ങോട്ട് ആശ്രയിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് ആശ്രയിക്കുന്നു, ഒരാളെയും അങ്ങോട്ട് ആശ്രയിക്കുന്നുമില്ല. അതാണ് സമദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അല്ലാഹു ഒരാളെയും ആശ്രയിക്കുന്നില്ല, അല്ലാഹുവിനെ എല്ലാവരും ആശ്രയിക്കുന്നു. അപ്പോൾ ഒരാൾ നമ്മളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ മേലെയായി. ഒരാൾ നമ്മളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ മേലെയായി. നമ്മൾ മറ്റുള്ള ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ താഴെയായി. നമ്മൾ എത്ര വല്ലോനായിക്കോട്ടെ, ഓരേക്കുന്ന വല്ല ഔദാര്യം പറ്റിക്കണോ, ഓരോ മുന്നേക്ക് എത്തുമ്പോ നമ്മളൊന്ന് ചെറുതാകും. അതുകൊണ്ട് റഹ്മാനായ റബ്ബിന് യോജിച്ചതല്ല അതൊന്നും. തുല്യന്മാരും ഉണ്ടാകാൻ പറ്റൂല. അതേ അധികാരമുള്ള, അതേ കഴിവുള്ള, അതേ ശക്തിയുള്ള മറ്റൊരാൾ അപ്പുറത്തുണ്ടെങ്കിൽ ഇയാൾ അധികാരം നടപ്പാക്കാൻ പറ്റൂല. കാരണം മറ്റാൾക്കും അതേ അധികാരമുണ്ട്. അപ്പൊ അയാൾ മുമ്പിൽ എത്തുമ്പോ ഇയാളൊക്കെ അവിടെ അധികാരം നടപ്പാക്കാൻ കഴിയുകയില്ല. അപ്പൊ അള്ളയാണോ ലോകത്തിന്റെ രക്ഷിതാവാണോ എങ്കിൽ തുല്യന്മാർ ഉണ്ടാകാമതല്ല, മക്കൾ ഉണ്ടാകാമതല്ല, മാതാപിതാക്കൾ ഉണ്ടാകാമതല്ല, ഭാര്യമാർ ഉണ്ടാകാൻ പറ്റൂല. അതൊന്നുമില്ലാതെ സർവാധികാരമുള്ള ആ അധികാരത്തിൽ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത, ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത, എല്ലാവരും തന്നെ മാത്രം ആശ്രയിക്കുന്നവന് മാത്രമേ ലോകത്തിന് നിയന്ത്രണം കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതാണ് അല്ലാഹ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിന് യോജിച്ചതേ അല്ല അയ്യത്തഖിദ വലദാ, മക്കളെ സ്വീകരിക്കുക എന്നത് അല്ലാഹു തആലക്ക് യോജിച്ചതല്ല. ഇനി മാത്രമല്ല, ഇനി അല്ലാഹ്ക്ക് മക്കൾ ഉണ്ട് വിചാരിക്കാം, ആ മക്കള് എവിടുന്നാണെന്ന് സ്വീകരിക്കുക. കാരണം ബാക്കിയെല്ലാം അള്ളാന്റെ സൃഷ്ടികളാണ്, ബാക്കിയൊക്കെ അള്ളാന്റെ സൃഷ്ടിയാണ്. അപ്പൊ ആ സൃഷ്ടി അല്ലാത്തൊന്നോട് വേറെ ഉണ്ടോ? ഇല്ല. ലോകത്ത് രണ്ടേ ഉള്ളൂ, ഒന്ന് ഖാലിഖ്, മറ്റൊന്ന് മഖ്ലൂഖ്. സൃഷ്ടാവ്, സൃഷ്ടി, അതേ ഉള്ളൂ. ഒന്നുകിൽ സൃഷ്ടാവ് അല്ലെങ്കിൽ സൃഷ്ടി. ഇതല്ലാത്ത വേറെ ഒന്നും ലോകത്തില്ല. ലോകം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു അല്ലാത്ത ബാക്കിയെല്ലാം. അൽ ആലം, ആലം എന്ന് പറഞ്ഞാല് മാസിവ അല്ലാഹ്, അള്ളാഹു അല്ലാത്ത ബാക്കിയെല്ലാം, അതാണ് ആലം എന്ന് പറയാ. അപ്പൊ ആലം എന്ന് വേണമല്ലോ അള്ളാഹ്ക്ക് സന്താനം ഉണ്ടാകാൻ. അപ്പൊ അള്ളാഹുടെ സൃഷ്ടിയെ അള്ളാഹ് സന്താനമായി സ്വീകരിച്ചു പറയേണ്ടി വരും. അത് പറയാനൊട്ട് പറ്റുകയുമില്ല. സൃഷ്ടിയല്ലാത്ത വേറൊന്നുണ്ടോ? അതൊട്ടില്ലതാനോ. അതാണ് അർത്ഥായത്ത്. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതി റഹ്മാനി അബ്ദാ. ഇൻ കുല്ലു മൻ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളവരെല്ലാം, അല്ല ഇൻ, അല്ല ഇവിടെ വിശേഷത്തിന്റെ ഇന്നാണ്, അല്ല എന്നർത്ഥമാണ് ഇവിടുത്തെ ഇന്ന്. മാ എന്നർത്ഥം, മാ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഇൻ എന്ന വാക്ക് ഉപയോഗിച്ച് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചതാണ്. ഇവിടെ പല സൂറത്തിലേക്ക് പഠിച്ചു പോയതുമാണത്. ശേഷം ഇല്ലാതെ വരും ചെയ്യും. ഇല്ലാ ആതി റഹ്മാനി അബ്ദാ. അപ്പൊ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും തന്നെ അവരൊന്നുമല്ല, എന്തല്ല, ഇല്ലാ ആതി റഹ്മാനി അബ്ദാ, റഹ്മാനായ റബ്ബിന്റെ അടിമകളായി വരാത്ത ആരും തന്നെ ഇല്ല. ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ ആരെല്ലാം ഉണ്ടോ അവരൊക്കെ തന്നെയും അല്ലാഹു തആലയുടെ അടിമകൾ തന്നെയാകുന്നു, അല്ലാത്ത ഒന്നുമില്ല. അല്ലാഹ് പടച്ച മുഴുവൻ സംഗതികളും അതൊക്കെ റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്. അപ്പൊ അടിമയല്ലാത്ത ഒന്നുമില്ല എങ്കിൽ പിന്നെ ആ അടിമയെ അല്ലാഹു തആല സന്താനമായി സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എവിടെ അല്ലാഹ് സന്താനം സ്വീകരിക്കാൻ? അപ്പൊ അല്ലാഹ്ക്ക് സന്താനമുണ്ട് എന്ന് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ അതും അല്ലാഹുവിന്റെ പടപ്പാണ്. അപ്പൊ ഈസാ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മോനാണെന്ന് അല്ലാഹ് പറഞ്ഞതല്ല, ചില മനുഷ്യന്മാര് പറഞ്ഞതാണ്. ഉസൈർ ഇസ്ലാം അല്ലാഹുവിന്റെ മോനാണെന്ന് ചില മനുഷ്യന്മാര് പറഞ്ഞതാണ്. മലക്ക് അല്ലാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വേറെ ചില മനുഷ്യന്മാര് പറഞ്ഞതാണ്. അല്ലാഹ് കാണും പോലെ കാണും, അല്ലാഹ് കേൾക്കും പോലെ കേൾക്കുമെന്ന് CM മടവൂർ അടക്കമുള്ള പല വ്യക്തികളെയും കുറിച്ച് പലരും പറയുന്നത് നമ്മളാണ് പറഞ്ഞുണ്ടാക്കിയത്. അല്ലാതെ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് അല്ലാഹുവിട്ട് യോജിക്കുകയുമില്ല. ആകാശ ഭൂമികളിൽ ആരെല്ലാം ഉണ്ടോ അവരൊക്കെ തന്നെയും ഇല്ലാ ആതി റഹ്മാനി അബ്ദാ, റഹ്മാന്റെ അടിമകളായി വരുന്നവർ തന്നെയാകുന്നു. അല്ലാതെ ആരുള്ളത്? ഇല്ലാ ആതി, വരുന്നവനായിക്കൊണ്ടല്ലാതെ. ഇല്ല അത്താ, വന്നു, ആതി വരുന്നവൻ, ആതി വരുന്നവൻ, ഇല്ലാ ആതി വരുന്നവനായിട്ടല്ലാതെ ഇല്ല. എങ്ങനെ വരുന്നവൻ? അബ്ദാ,
അടിമയായിക്കൊണ്ട് വരുന്നവനല്ലാതെ ഒരാളും തന്നെ ആകാശഭൂമികളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആ അടിമയെ പറ്റി മറ്റൊരു അടിമ പറഞ്ഞുണ്ടാക്കിയാണ്. എല്ലാം അടിമകൾ, അമ്പിയാക്കൾ അടിമകൾ, ഔലിയാക്കൾ അടിമകൾ, ജിന്നുകൾ അടിമകൾ, മലക്കുകൾ അടിമകൾ, എല്ലാവരും അള്ളാഹുവിന്റെ അടിമകൾ. അപ്പൊ അള്ളാഹിന്റെ അടിമയെ പറ്റി വേറൊരു അടിമ പറയാ, ഈ അടിമ അള്ളാഹ് കാണും പോലെ കാണും. ഇതിന് മാത്രം വലിയ ധിക്കാരം വേറെ എന്താണത്? ആയാലും ലോകം നിയന്ത്രിക്കുന്നു പറയുമ്പോ അതിന്റെ ആയത്ത് വന്നിട്ട് ആൾക്കാർ അതിന് ഖുർആനിലെ ആയത്ത് ലോകം നിയന്ത്രിക്കും CM മടവൂര് എന്താ ബോധിക്കൂടെ ഒരു മുതബിറാത്തി അബ്രാദ് ഖുർആനിലെ എത്രമാത്രം വലിയ ധിക്കാരം, അതൊക്കെ എത്ര വലിയ ധിക്കാരമാണ്. അപ്പൊ അള്ളാന്റെ അടിമ അള്ളാന്റെ മറ്റൊരടിമയെ പറ്റി പറയുന്നു, ഇത് അള്ളാന്റെ മോനാണ്, അത് അള്ളാന്റെ ഭാര്യയാണ്, ഇത് അള്ളാന്റെ പെൺകുട്ടികളാണ്, ഇത് അള്ളാന്റെ തുല്യമായവരാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ പറയുന്ന പ്രശ്നം ചോദിക്കുന്നത്? അതെങ്ങനെ പറയും? ആകാശഭൂമികളിൽ പഠിച്ചവരെ അടിമയായി വരാത്ത വേറെ ആരാണുള്ളത്? എന്ത് എവിടെ ആര് കണ്ടോ ഒക്കെ പഠിച്ച റബ്ബിന്റെ അടിമകൾ. അപ്പൊ റബ്ബിന്റെ അടിമകളല്ലാതെ ആരും തന്നെ ഇല്ല. അതാണ് ഇൻകുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ആരും തന്നെ ഇല്ല ഇല്ലാ ആതിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ പക്കൽ വരുന്നവരായിക്കൊണ്ടല്ലാതെ അബ്ദാ അടിമകളായി ഇല്ല, ആതിർ റഹ്മാൻ റഹ്മാന്റെ മക്കളിലേക്ക് വരുന്നവരായിക്കൊണ്ടല്ലാതെ ഇല്ല അബ്ദൻ അടിമകളായി വരുന്നവർ. നമ്മളിൽ പറഞ്ഞു വകുല്ലുൻ അതൗഹു ദാഖിരീൻ, എല്ലാവരും ഇതാ പടച്ചറബിനടുക്കൽ വന്നിരിക്കുന്നു. ദാഖിരീൻ നിന്നരായി ഒന്നുമല്ലാത്തവരായി വന്നിരിക്കുന്നു എന്ന് പരലോകത്ത് പ്രഖ്യാപിക്കപ്പെടുന്നതാണ്. ഇവിടുന്ന് വലിപ്പത്തരം പറഞ്ഞാലും ഇവിടുന്ന് വലിയ വലിയ ആളായി നടന്നവരൊക്കെ അവിടെ അള്ളാഹിന്റെ മുമ്പിൽ ഒന്നുമില്ലാതെ, ഉടുക്കാൻ തുണയില്ലാതെ, കാലിൽ ചെരുപ്പില്ലാതെ, പടയാൻ നാവില്ലാതെ, എല്ലാ കൊമ്പന്മാരും എല്ലാ വലിയവരും ഒക്കെ അള്ളാഹിന്റെ മുമ്പിൽ അങ്ങനെ വരും. അള്ളാഹിന്റെ മുമ്പിൽ അവിടെ പരലോകത്ത്, അല്ലാതെ അവിടെ വേറെ ആർക്കും വലിപ്പ ചെറുപ്പമൊന്നുമില്ല. എങ്കിൽ പിന്നെ അതിൽ നിന്നൊരു അടിമയെ എങ്ങനെയാണ് പടച്ച റബ്ബിന് സന്താനമായിട്ട് മനുഷ്യൻ പറയുക? ഇത് ആകാശങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഭൂമിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, പർവ്വതങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, സൃഷ്ടികൾക്ക് ആർക്കും സഹിക്കാൻ കഴിയുന്നില്ല. ഇല്ല സഖലൈൻ, ജിന്ന് ഇൻസ് ഒഴികെ ഒരു പടപ്പും സഹിക്കൂല. ജിന്നു ഇൻസിനും അത് ഒക്കെ പറയാനുള്ള ധിക്കാരം അവനുണ്ട് അർത്ഥം. പടച്ച റബ്ബിനെ പറ്റി എന്തും പറയും, അള്ളാഹ് ഇല്ല എന്ന് പറയും, അള്ളാഹിൽ പങ്കുകാർ ചേർക്കും, ഒരുപാട് ദൈവങ്ങൾ സ്ഥാപിക്കും. അതേപോലെ പലരെയും അള്ളാഹുവിന്റെ പലതല പങ്കാളികളും കൂട്ടാളികളുമായി അവർ സ്ഥാപിക്കും. അതൊക്കെ മനുഷ്യൻ ജിന്നുകൾ മാത്രം ചെയ്യുന്ന ധിക്കാരമാകുന്നു എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുന്നു. വല്ലാഹു അഅലം. ഒന്ന് നോക്കാം മൊത്താർത്ഥം. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശങ്ങളിലാ വിണ്ടുകീറാൻ മാത്രം, പിളരാൻ മാത്രം ആയിരിക്കുന്നു ആ വാക്കിനാൽ. വതൻഷഖുൽ അർളു, ഭൂമി പിളരാറായിരിക്കുന്നു. വതഖിറുൽ ജിബാലു ഹദ്ദാ, പർവ്വതങ്ങൾ തകർന്ന് വീഴാറായിരിക്കുന്നു. റഹ്മാനി വലദ, റഹ്മാനായ റബ്ബിന് സന്താനങ്ങളെ ഉണ്ട് എന്ന് അവർ വാദിച്ചതിനാൽ. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ, റഹ്മാനായ റബ്ബിന് യോജിച്ചതല്ല അവൻ സന്താനങ്ങളെ സ്വീകരിക്കുക എന്നത്. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ആരും തന്നെ ഇല്ല ഇല്ലാ ആതിയ റഹ്മാനി അബ്ദാ, റഹ്മാനായ റബ്ബിന് അടിമകളായി വരുന്നവരായി കൊണ്ടല്ലാതെ ആരും തന്നെ ഇല്ല. വല്ലാഹു അലം. ഒന്നുകൂടെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض إلا آتي الرحمن عبدا. سبحانك اللهم.